നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. റീൽസ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ പുറകിൽ പാട്ടിടാനോ ആരും കൊണ്ട് നടക്കാറ്. ഞാൻ കോട്ടയത്ത് നിന്ന് പാലായിൽ നിന്ന് വന്നിട്ട് വി രാജേഷിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങനെയൊന്നുമില്ല. 100 കൗൺസിലർമാരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റൽ മോഡലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാളെ കാണുവാൻ വേണ്ടി വന്നതാണ്. തിരുവനന്തപുരത്തിന്റെ ആരാധ്യനായ മേയർ വി രാജേഷ്. നമസ്കാരം രാജേഷ് ജി. അത് താങ്കൾ പറഞ്ഞു ഒഫീഷ്യലായിട്ട് സംസാരിക്കണോ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണോ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാധാരണ ഈ മേയർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ ആലങ്കരികമായി താങ്കളെന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ എന്താ പറയുക, എനിക്കറിയില്ല താങ്കൾക്ക് ഇവിടെ കൂടെ നിൽക്കാൻ വേണ്ടി, കൂടെ കൂട്ടാൻ വേണ്ടി റീൽസ് ചെയ്യുന്നവരുണ്ടോ, ഇല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വാഭാവികമായി കണ്ടുവരുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നേ ഉള്ളൂ, ചോദ്യം പൂർത്തീകരിച്ചിട്ടില്ല. ശ്രീ രാജേഷ്, സാധാരണമായി താങ്കൾ ശക്തമായ സമരങ്ങളിലൂടെ, തീവ്രമായ സമരങ്ങളിലൂടെയെല്ലാം രാഷ്ട്രീയ രംഗത്ത് ചേർന്ന് പോകുന്ന BJP ചേർന്ന് നിൽക്കുന്ന അങ്ങനെ രീതിയിൽ വന്നതാണ് ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവ് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ തിരുവനന്തപുരം നഗരത്തിനെ ഈ തീവ്രതയിലൂടെ ഇല്ലേ താങ്കളുടെ അധീരമായ മുന്നേറ്റത്തോടെ എങ്ങനെ നയിക്കാൻ കഴിയും? ഞാൻ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. തീവ്രമായ സമരം തന്നെ ആയിരുന്നു. അത് സാഹചര്യം അങ്ങനെ എത്തിച്ചാണ്. അപ്പോൾ കൃത്യമായിട്ട് 10-25 വർഷം കൊണ്ട് പല തട്ടിലും സംഘടനാ പ്രവർത്തനം നടത്തിയാണ് ഈ പദവിയിലേക്ക് എത്തിയത്. ABVPയുടെ 2-3 പേര് വെച്ചുള്ള പ്രകടനം നടത്തിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ചും ഏതു തരത്തിൽ പെരുമാറണമെന്ന് ഞാൻ പ്രവർത്തിച്ച ABVP ആയിക്കോട്ടെ, യുവമോർച്ച ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചത്. നോക്കാം, മണ്ടന്മാരൊന്നും അല്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് താങ്കളുടെ വാർഡിലാണ്. ഇവിടെ ജനക്കൂട്ടം അതിഭീകരമായിട്ട് ഇവിടെ കൂടുതലിപ്പുണ്ട്. കാരണം ഇവിടെ ഞാൻ കോട്ടയത്ത് നിന്ന് പാലായിൽ നിന്ന് വന്നിട്ട് വി രാജേഷിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇല്ല, കുഴപ്പമില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമുണ്ടോ? ധൈര്യമായിട്ട് ചോദിക്കാം അല്ലേ? അല്ല, ഞാൻ ഈ ചോദിക്കുന്നത് സാധാരണ നിങ്ങൾ കൂടുതലും BJP-ക്കാരായിരിക്കാം. BJP-ക്കാർ മാത്രമല്ല ഇവിടെ നാട്ടിൽ ജനങ്ങളായിട്ടുള്ളത്, സാധാരണക്കാർ ജനങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, സമരവും. നമ്മുടെ MPയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്, സമരവും ഭരണവും. അല്ലെ, താങ്കൾ ആരോടാണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞൊരു റഹീമിനോട് പറഞ്ഞൊരു വാക്കെന്നാണ്, സമരവും ഭരണവും രണ്ടാണെന്നല്ലേ? കാരണം റഹീമൊക്കെ തങ്ങയുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പൊളിറ്റിക്സിനേക്കാൾ ഉപരിയായിട്ട് തിരുവനന്തപുരം നിവാസികളുടെ ക്ഷേമം മാത്രമാണ് താങ്കളുടെ ഉദ്ദേശം. അല്ല, തിരുവനന്തപുരം നിവാസികളുടെ ക്ഷേമം മാത്രം എന്നുള്ള വാക്യം മാറ്റുന്നു. തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് കോർപ്പറേഷന്റെ അവസരങ്ങൾ പരമാവധി ഒരുക്കി കൊടുക്കുക. അത് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെയും രാജ്യത്തിന്റെയുമായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇവിടെ വരുന്നവർക്ക് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടവർക്ക് പരമാവധി അനുഭവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് എൻ്റെ പ്രധാന. എൻ്റെ പൊന്നു രാജേഷ് ജി, ഇവിടെ ഇതുപോലെ താങ്കളെ പോലെ പലരും വന്ന് പ്രസംഗിച്ചിട്ട് പോവുകയും കണ്ട് അവസാനം മനം പടുത്ത് അവസാനം റീൽസ് കണ്ട് നിർവൃതി അറിയേണ്ടി വന്ന സാധാരണക്കാരെ ആളുകളാണ് കൂടുതലുള്ളത്. ഇപ്പം ഇവർ കൈയടിക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കൂടുതലും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ പറയുന്നത്, ഞാൻ ഈ റീൽസ് നിർമ്മിക്കാനോ എൻ്റെ കൂടെ അങ്ങനെ പിടിച്ച് നിൽക്കണോ നിർബന്ധമൊന്നുമില്ല. ഞാൻ റീൽസ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ പുറകിൽ പാട്ടിടാനൊന്നും ആരും കൊണ്ട് നടക്കാറില്ല. ഇപ്പൊ പലയിടത്തും പോകുന്നത് പോയിട്ട് പിറ്റേന്നൊക്കെ കാണുമ്പോഴാണ് പലരും റീൽസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇപ്പോൾ പൈസ കുറവാണ്. ഞാൻ സോഷ്യൽ മീഡിയ ഇന്ന് വരെ ഇലക്ഷൻ സമയത്ത് ആരോ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഞാൻ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ ഈ നിമിഷം വരെ, ഇപ്പം ചിലപ്പോൾ നാളെ ഒരു പക്ഷേ സാഹചര്യം കൊണ്ട് അത് ആവശ്യമായിരിക്കും. ഈ നിമിഷം വരെ ഞാൻ ഒരാളിനെ എനിക്കത് വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ വരുന്നതൊക്കെ തന്നെ പല ആൾക്കാരും ചാനലിൽ വരുന്നതൊക്കെ എടുത്ത് കട്ട് ചെയ്തിടുന്നതാണ്. ഇനി അത് ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ 6-7 ദിവസമായി മേയർ ആയതിനു ശേഷം എൻ്റെ വാർഡിൽ എനിക്ക് ഒരു 1-2 തവണ എനിക്ക് വരാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനുള്ള ഓട്ടത്തിലും തിരക്കിലുമാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് അങ്ങേ വിളിച്ചപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു, എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് താല്പര്യമില്ല, ഏതായാലും ഇപ്പം വേണ്ട, ഇതൊന്നും ആയി വരട്ടെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞങ്ങൾ കൊടുത്ത കുറേ മുദ്രാവാക്യങ്ങളുണ്ട്. അത് പലർക്കും പലതും നടക്കുമെന്നുള്ള സംശയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു ഓട്ടത്തിലും പരിശ്രമത്തിലാണ്. ഒരുപാട് പേരോട് ചർച്ച, കാരണം ഞങ്ങൾ പൊളിറ്റിക്സിൽ എക്സ്പെർട്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി രാജേഷ്, തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചും തിരുവനന്തപുരത്ത് ഏറ്റവും ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അറിയാം. 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആളല്ല.
തട്ടുകടയിൽ നിന്ന് കഴിക്കാറുണ്ട്, അവസരം വരികയാണെങ്കിൽ അങ്ങനെയുള്ളൂ, ഓപ്പണാണ്, കിട്ടുന്ന അവസരങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷേ അത് നിർബന്ധമില്ല, ഇവിടെ തട്ടുകടയിൽ നിന്ന് കഴിക്കാം. കപടമുഖത്തോടു കൂടി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പോയാൽ കുറച്ച് ദിവസമല്ലേ നിൽക്കുള്ളൂ. ഇപ്പം നമുക്കിങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും സത്യം പറഞ്ഞ് നമ്മൾ എന്താണ് എന്ന വസ്തുത അവരെ കാട്ടിക്കൊണ്ട് പോകുന്നതാണ്. ചിലപ്പോൾ കുറച്ച് താമസിച്ചായിരിക്കും റിസൾട്ട് വന്നത്, പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, ഈ ഒരു പണി എളുപ്പമാണോ? അല്ല, പണി എളുപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് മുൻപ് ഇഷ്ടമുള്ളൊരു നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടി പറയുന്ന ചുമതല ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇഷ്ടപ്പെടണം. ഞാൻ MLA ആവാൻ വേണ്ടി 2 തവണ മത്സരിച്ചതിന് ശേഷമാണ് കൗൺസിലറായിട്ട് മത്സരം. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരു വാർഡിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി പറയുമ്പോഴേക്കും നമ്മൾ വാർഡിൽ മത്സരിക്കേണ്ട ആളാണോ എന്നൊരു തോന്നൽ ഒരു പക്ഷേ പച്ചയായ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ പാർട്ടി ഒരു കാഴ്ചപ്പാടോടി പറയുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ദൗത്യം. പക്ഷേ ഏറ്റെടുത്ത് അതിനകത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ല. പക്ഷെ അന്ന് മനസ്സിലായി ഭരിക്കുന്നവരുടെ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. 5 വർഷം ആത്മാർത്ഥയോടെ പ്രതിപക്ഷത്തിന്റെ പണി ചെയ്തപ്പോഴാണ് സമൂഹം തന്നെ ഇപ്പോൾ ഞങ്ങളെ ഭരണത്തിലെത്തിച്ചത്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പോലെ ഒരു വലിയ കാഴ്ചപ്പാടുള്ള പാർട്ടി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മോദിജി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു നഗരസഭയുടെ മേലധികാരിയുടെ പേര് മെൻഷൻ ചെയ്ത് രണ്ട് പേജോളം അല്ലേ, 2 പേജോളം. എന്താണ് അതൊന്ന് വിശദമാക്കാമോ? അല്ല, അദ്ദേഹം ആദ്യം കേരളത്തിലെ പ്രവർത്തകരുടെ സാക്രിഫൈസ് ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം, തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രീയ മാറ്റം, അത് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം, അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് 2 പേജിൻ്റെ ഒരു കത്തായിരുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും 11-ാം തീയതി അമിത്ഷാജി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഇതൊരു എല്ലാത്തിൻ്റെയും തുടക്കം നല്ലതിനാവട്ടെ. അങ്ങ് പറഞ്ഞ പോലെ രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗമാവാൻ, നന്മയുടെ ഭാഗമാവാൻ. മറ്റൊന്ന് ഒരു കാര്യം കൂടെ, ഞാനിവിടെ 550ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിത്തന്ന ബൂത്താണ് നമ്മൾ നിൽക്കുന്ന. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിത്തന്ന പ്രവർത്തകരാണ് എല്ലാ വീട്ടിലും. ഏകദേശം ഈ ബൂത്തിലുള്ള ഒരു 350-400 വീടുകളിൽ ഓരോ വീട്ടിലും ജനകീയ ബന്ധമുള്ള പ്രവർത്തകരാണ്. സത്യത്തിൽ ഞാനിവിടെ മത്സരിച്ച് ജയിച്ചതിൽ അതിൽ ഏറ്റവും കുറഞ്ഞ പങ്കുവഹിച്ച വ്യക്തി ഞാനാണ്. കാരണം ഇവർക്കൊക്കെ തന്നെ പതിറ്റാണ്ടുകളുടെ ബന്ധം ഈ വീടുകളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത്. ആ തരത്തിലേക്ക് എല്ലാ വീടുകളിലും ബന്ധമുള്ള, പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ തിരുവനന്തപുരത്ത് വാർത്തെടുക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ജയിച്ചു വന്ന 100 കൗൺസിലർമാർ. അപ്പോൾ ഈ 100 കൗൺസിലർമാർ വ്യത്യസ്ത പാർട്ടികൾ, ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് 100 കൗൺസിലർമാരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റൽ മോഡലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും ഒറ്റ യൂണിറ്റായി ടീം തിരുവനന്തപുരം ഈ വികാരത്തോടു കൂടി ഇപ്പം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വിജയിച്ചു വന്നവർക്കും എന്തൊക്കെയാണ് മേയർ എന്നുള്ള നിലയ്ക്ക് അവരെ കൈപിടിച്ച് അവരുടെ വാർഡുകൾ ഉയർത്താൻ സാധിക്കുന്നു, അത്രത്തോളം ഞങ്ങൾ ചെയ്യും. നന്ദി, എല്ലാവിധ ആശംസകളും. കാരണം 7 ദിവസങ്ങൾ കൊണ്ട് ഭരണ മികവിൻ്റെ പാഠങ്ങൾ പഠിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അഹങ്കാരമില്ല, ആത്മദൃഢനിശ്ചയമുള്ള പ്രിയപ്പെട്ട വി രാജേഷിനെയാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും മനുഷ്യനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, വ്യക്തികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണ് മറ്റുള്ളവർ മാനിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ബഹുമാനപ്പെട്ട വി രാജേഷിനെയാണ് കണ്ടത്. ഇവിടെ രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല, സ്നേഹത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട വി രാജേഷ് തിരുവനന്തപുരം ഭരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഇവിടെ BJPയോ CPMോ മറ്റോ കോൺഗ്രസിനോ ഒന്നുമല്ല, നമ്മൾ ആരുടെയും വക്താവുമല്ല. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് തോന്നി. നിശ്ചിതമായ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ട വി രാജേഷിന് എല്ലാവിധ ആശംസകളും. അതിനുപരിയായിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വാക്കാൽ പറഞ്ഞിട്ട് പോയവർക്കെല്ലാം തീർച്ചയായിട്ടും വി രാജേഷ് അതെല്ലാം മാറ്റിയൊരു മാതൃകയാകും എന്ന ഉറപ്പോടുകൂടി ഈ പ്രവർത്തകരുടെ എല്ലാം മുന്നിൽ വെച്ച് നിങ്ങളോട് പറയുകയാണ്. എല്ലാവിധ വിജയാശംസകളും ബഹുമാനപ്പെട്ട വി രാജേഷ്. നന്ദി, സ്നേഹം. 2 TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.